റോമിലെ മൂന്നാമത്തെ ദിവസമായി ഇന്ന് ഞാൻ എസ്കലേം കുന്നിൽ തന്നെയാണ്. സാന്ത മരിയ മജോറയുടെ അടുത്തുള്ള പിയാസ എമ്മാനുവൽ എന്ന് പറഞ്ഞുള്ള ഒരു പൂന്തോട്ടത്തിന്റെ നടുക്കാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ കാണുന്നത് 17-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മസിമിലിയാനോ പലോംബാര എന്ന പ്രഭുവിന്റെ ബംഗ്ലാവിന്റെ അവശിഷ്ട ഭാഗങ്ങളാണ്. ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഇതൊന്നുമല്ല, രാജകൊട്ടാരോ പ്രഭുവോ ഒന്നുമല്ല. ഇവിടെ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു മാജിക് ഡോർ ഉണ്ട്. പോർത്ത മാജിക്ക എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് ചരിത്രപരമായ ഒരു കഥയും ഉണ്ട്. മാസിമിലിയാനോ അതീവ ബുദ്ധിമാനും ആൽക്കമിയുടെയും നിഗൂഢതയുടെയും ആരാധകനുമായിരുന്നു. ദിവസം ആൽക്കമിസ്റ്റും അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായ ഫ്രാഞ്ചെസ്കോ ബോറി ഈ കൊട്ടാരത്തിലെത്തി. അന്ന് രാത്രിയിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സസ്യത്തെ തേടി ഈ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യൻ വളരെ നിഗൂഢമായ രീതിയിൽ അപ്രത്യക്ഷനായി. ശുദ്ധമായ സ്വർണവും ആൽക്കമിസ്റ്റ് സൂത്രവാക്യങ്ങളും കൈയെഴുത്ത് പ്രതികളും അവിടെ അവശേഷിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വാതിൽ ഇവിടെ നിൽക്കുന്നത്. ഇതിന് ആൽക്കമിസ്റ്റ് ഡോർ എന്നും സ്വർഗത്തിന്റെ വാതിലെന്നും അങ്ങനെ പല പല പേരുകളുണ്ട്. അങ്ങനെ നമ്മൾ മാജിക് ഡോറൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കുന്നായ സീലിയൻ കുന്നിലോട്ടാണ് പോണത്. അവിടെ നമ്മൾ സെന്റ് ജോൺ ലാറ്ററാൻ പള്ളിയും ഹോളി സ്റ്റേഴ്സിന്റെ പള്ളിയൊക്കെയാണ് കാണാൻ പോണത്. ഇപ്പം നമ്മൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ പേര് മെറുലാന എന്നാണ്. ഇതിന്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു എൻഡിങ്ങിൽ സാന്ത മരിയ മജോറെ പള്ളിയും മറ്റേ എൻഡിങ്ങിൽ സെന്റ് ജോവാനി ലാട്രാനോ പള്ളിയുമാണ് വരുന്നത്. നേരെ നൂല് പിടിച്ച പോലെയാണ് ഈ റോഡ് പോയേക്കുന്നത്. സെന്റ് ജോസഫ് ക്ലൂണി സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ കോൺവെന്റിലും എൻ്റെ ഒരു ചേച്ചിയായ സിസ്റ്റർ നിർമ്മല കട്ടക്കയം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ളത് ഇവിടുത്തെ മദറായ സിസ്റ്റർ ആനറ്റാണ്. സിസ്റ്റർ ആനന്നെ എല്ലാം കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ ആഗോള സഭയുടെ അമ്മപ്പള്ളിയായ സെന്റ് ജോൺ ലാറ്ററാൻ പള്ളിയുടെ തിരുമുറ്റത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഈജിപ്ഷ്യൻ ടച്ചുള്ള ഓബ്ലിക്കാണ്. ഈ ബസിലിക്കയുടെ മുൻഭാഗവും അപ്പുറത്തെ സൈഡിലാണ്. നമ്മൾ പുറകുവശത്തെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ കയറുന്നത്. സെയിന്റ് ജോവാനി ലാറ്ററാനോ എന്നാണ് ഈ പള്ളിയുടെ ശരിക്കും ഇറ്റാലിയൻ പേര്. അതിൽ ലാറ്ററാനോ എങ്ങനെ വന്നെന്നുള്ളതാണ് നമുക്കെല്ലാം കൺഫ്യൂഷൻ വരുത്തുന്നത്. അതിൻ്റെ പിന്നിൽ ഈ കൊട്ടാരവും പള്ളിയും ഇതിൻ്റെ പരിസര പ്രദേശങ്ങളും ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാറ്ററാൻ ഫാമിലിക്കാരാണ്. ആ പുരാതന കാത്തലിക് ഫാമിലിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പേര് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. പോപ്പിന്റെ ഇരിപ്പിടവും ലോകത്തിലെ ഏക ആർച്ച് ബസിലിക്കായുമായ സെന്റ് ജോൺ ലാറ്ററാന്റെ പള്ളിക്കകത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ കണ്ണ് ഏറ്റവും ആദ്യം ഉടക്കിയത് മേളത്തെ സീലിംഗിലാണ്. ഇത് 1-ാം തരം 916 തനി തങ്കത്തിലാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. AD 314 കോൺസ്റ്റൈൻ ചക്രവർത്തി തുടങ്ങി വെച്ച ഇത് 1735 ഈ കാണുന്ന രീതിയിൽ പണി തീർത്തത്. ഇതിന്റെ ആർക്കിടെക്ചർ സാന്ദ്രോ ഗലീലിയാണ്. ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് ക്രൈസ്റ്റ് ദ സേവറിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യം. പിന്നീട് അത് യോഹന്നാൻ മാന്താനായെയും അതുപോലെ സുവിശേഷകനായ വിശുദ്ധ യോഹന്നാനെയും ചേർക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് മാതാവിന്റെ തടിയിൽ നിർമ്മിച്ച മനോഹരമായൊരു ശില്പമാണ്. ഈ അൾത്താരയ്ക്കും സാന്ത മരിയ മജോറെ അൾത്താരയായിട്ട് രൂപസാദൃശ്യമുണ്ട്. ഈ ആപ്സെ മൊസൈക്ക് വർക്കാണ് അൾത്താരയ്ക്ക് കൊടുത്തേക്കുന്നത്. ഇത് നിർമ്മിച്ചേക്കുന്നത് ജാക്കപ്പോ തൊറോത്തിയാണ്. കാണുന്നതാണ് റോമിലെ ബിഷപ്പിന്റെ ഇരിപ്പിടം, അതായത് പോപ്പാണ് റോമിന്റെ ബിഷപ്പ്. ഈ കസേര അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ അധികാരത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് ഒരു മാർപ്പാപ്പയെ വത്തിക്കാനിൽ വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ കാണുന്നത് ഒരു പെയിന്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊരു മൊസൈക്ക് വർക്കാണ്. അതുകൊണ്ടാണ് അത് കാലത്തിനെ അതിജീവിച്ച് ഇപ്പോഴും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. ഇവിടുത്തെ സ്വർണ്ണ കളറ് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. കുരിശിന്റെ ഒരു വശത്ത് മാതാവും പത്രോസും പൗലോസും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും, മറ്റേ സൈഡിൽ വിശുദ്ധ യോഹന്നാനും വിശുദ്ധ യോഹന്നാൻ മാന്താനായും വിശുദ്ധ അന്തോനീസും വിശുദ്ധ ആൻഡ്രൂസുമാണ്. ഇനി നമുക്ക് മറ്റു ഭാഗങ്ങളൊക്കെ നോക്കി കാണാം. ഇവിടെയും മറ്റു പള്ളികളെ പോലെ തന്നെ കൊത്തുപണികളാലും ശില്പങ്ങളാലും കൊണ്ടും അലങ്കൃതമാണ്. ഇവയ്ക്ക് ഓരോന്നിനും നൂറ്റാണ്ടുകളായ തലമുറകളുടെ വിശ്വാസത്തിന്റെ കഥകൾ പറയാനുണ്ടായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്നത് മെയിൻ നേവിൻ്റെ നടുവിലാണ്. അവിടെ നിന്ന് മെയിൻ അൾത്താരെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈ അൾത്താരയിൽ തന്നെ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഒരു ഉയർന്ന രൂപക്കൂട് കാണാം നമുക്ക്. അതിൻ്റെ അകത്ത് വിശുദ്ധ സ്നാവയോഹന്നാൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് അവരുടെ രണ്ടുപേരുടെയും തിരുശേഷിപ്പുകളായ തലയോടുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റു പല ബസിലിക്കകളെയും കണ്ട പോലെ തന്നെ മെയിൻ അൾത്താരയുടെ അണ്ടർഗ്രൗണ്ട് ഈ അൾത്താരയ്ക്കും ഉണ്ട്. ഇവിടെ ഒരു സ്നാവയോഹന്നാൻ്റെ സ്റ്റാച്ചു ആണ് ഇവിടെ സ്ഥാപിച്ചത്.
സ്ഥാപിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തായിട്ട് സ്നാപക യോഹന്നാൻ്റെയും വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെയും തിരുശേഷിപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ പോപ്പ് മാർട്ടിൻ 5-ാമൻ മാർപ്പാപ്പയെ സംസ്കരിച്ചേക്കുന്നത് ഇവിടെയാണ്. അതുപോലെ തന്നെ ബസിലിക്കയുടെ ഈ പ്രധാന നേവിലുള്ള മറ്റൊരു അട്രാക്ഷനാണ് 12 അപ്പസ്തോലന്മാരുടെ ക്ലോസൽ സ്റ്റാച്യൂസ്. ഇത് 18-ാം നൂറ്റാണ്ടിലെ ആദ്യകാല ശില്പകലയുടെ ഒരു മനോഹരമായ പ്രദർശനം കൂടിയാണെന്ന് പറയാം. 11-ാം മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവ സ്ഥാപിച്ചത്. നമ്മുടെ തോമാസ് ലീഗയുടെ ശില്പം ഉണ്ടാക്കിയത് പിയറി ലേഗ്രോസ് ആണ്. കമീലോ റുസ്കോണിയും പിയറി ലേഗ്രോസുമാണ് കൂടുതൽ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഫ്രാൻചെസ്കോ, ജുസെപ്പെ, ആഞ്ചലോ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനപ്പെട്ട മറ്റു ശില്പികൾ. 12 ശിഷ്യന്മാരിൽ സെന്റ് മത്യാസിന് പകരം സെന്റ് പോളിന്റെ സ്റ്റാച്ചു ആണ് കൊടുത്തേക്കുന്നത് ഇവിടെ. നമുക്കറിയാവുന്ന പോലെ 12 അപ്പസ്തോലന്മാരിൽ സെന്റ് ജോൺ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായവരാണ്. ഈ ഭീമാകാരമായ അപ്പസ്തോലന്മാരുടെ പ്രതിമകളിൽ ഓരോന്നിലും അവരവരുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട വസ്തുവായ അവരുടെ ഹഗിയോഗ്രാഫിക് ഐക്കൺ കൂടി ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അൾത്താരയോട് കൂടിയുള്ള ഈ മെയിൻ നേവിൻ്റെ ഇരുവശങ്ങളിലുമായി 2 ഇടനാഴികളുണ്ട്. അതിൻ്റെ 2 വശങ്ങളിലുമായിട്ട് നിരവധി ചാപ്പലുകൾ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുമ്പസാരക്കൂടുകളും ഉണ്ട്. ഇത് അവിടെ കാണുന്ന ഓരോ ചാപ്പലിൻ്റെയും ബലിപീഠങ്ങളാണ്. ഇവിടെയും ഉണ്ട് ലാ പിയാത്തയുടെ ഒരു തിരുസ്വരൂപം. ഇത് അന്തോണിയോ മോന്തൗത്തിയുടെ ഒരു കലാസൃഷ്ടിയാണ്. ഇപ്പം നമ്മൾ ഏകദേശം കണ്ടു തീരാറായിട്ടുണ്ട്. ഇതൊരു നിത്യാരാധന ചാപ്പലാണ്. അടുത്തത് വേറൊരു ബലിപീഠമാണ്. ഈ ബസിലിക്കയുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്തേക്കുന്നത് ഫ്രാൻചെസ്കോ ബൊറോമിനിയാണ്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫ്ലോറ് ശ്രദ്ധിച്ചോ? എന്നാ രസമായിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് നോക്കിയേ. ഇത് കോസ്മാറ്റെസ്ക് സ്റ്റൈലിലുള്ള മാർബിൾ തറയാണ്. എത്ര ഭംഗിയായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ, വ്യത്യസ്ത മാർബിൾ കൊണ്ട്. അങ്ങനെ അവസാനമായി നമ്മൾ അൾത്താരയെ നോക്കി വണങ്ങിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് കിടക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് റോമിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായ സാന്തും സാന്റോറും എന്ന് പറയുന്ന ഹോളി സ്റ്റേഴ്സിലോട്ടാണ് പോണത്. ഇപ്പോൾ ഇവിടെ വലതുവശത്ത് കാണുന്നതാണ് സെൻറ്റ് ജോവാനി ലാട്രാൻ പള്ളി. കണ്ടോ, ഇത് ഇത്രയും അടുത്താണ്. ഇവിടെ സന്ദർശിക്കുന്നതിന് എൻട്രൻസ് ഫ്രീ ആണ്. സാധാരണ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് വലിയധികം തിരക്കൊന്നുമില്ല, നമുക്കെല്ലാം കയറി കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഇവിടെ 3 സ്റ്റെയർകേഴ്സുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് റൈറ്റ് സൈഡിൽ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലോട്ട് പോകാനായിട്ടാണ്. നടുക്കത്തേതാണ് ഈ ഹോളി സ്റ്റേഴ്സ്. പിന്നെ അതിനപ്പുറത്തുള്ളത് അത് തിരിച്ചിറങ്ങി വരാനുള്ളതാണ്. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം പന്തിയോസ് പീലാത്തോസിന്റെ പ്രൊട്ടോറിയത്തിലേക്ക് യേശു നടന്നു കയറിയ 28 മാർബിൾ സ്റ്റെപ്പുകളാണ് ഇവിടെയുള്ളത്. ചെമ്മട്ടിയടിയേറ്റതിന് ശേഷമുള്ള കയറ്റിയിറക്കങ്ങളായതുകൊണ്ട് ഇവിടെ രക്തത്തുള്ളികൾ ധാരാളം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർ അവ ചെന്ന് കാണുകയും വിശദീകരിക്കുകയും ചെയ്ത് അവയെ വിശുദ്ധ പടികളെന്ന് വിളിക്കുകയും ചെയ്തു. അതിനുശേഷം വിശുദ്ധ എലേന രാജ്ഞിയാണ് ജെറുസലേമിൽ നിന്ന് ഈ പടികൾ റോമിലേക്ക് കൊണ്ടുവരുന്നത്. ഈ മാർബിൾ സ്റ്റെപ്പുകൾ തടി കൊണ്ട് കവർ ചെയ്തേക്കുകയാണ്, അതിന് തേയ്മാനം സംഭവിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വിശ്വാസികളെ മുട്ടിൽമേൽ നടന്ന് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് ഈ പടികൾ കയറുന്നത്. പടികളിൽ യേശുവിന്റെ രക്തം വീണ സ്ഥലത്ത് കുരിശാകൃതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പടവുകൾ കയറി വരുമ്പോൾ ഇരുമ്പ് കമ്പികൾക്കപ്പുറത്ത് ഒരു ചെറിയ ചാപ്പലുണ്ട്. പണ്ട് കാലങ്ങളിൽ മാർപ്പാപ്പമാർ സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ചാപ്പലാണിത്. അവിടെ ചാപ്പലിൻ്റെ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നത് വിശുദ്ധങ്ങളിൽ ഏറ്റവും വിശുദ്ധമായ സ്ഥലമെന്നാണ് എഴുതിയേക്കുന്നത്. ലോകത്തിൽ ഇത്രയും വിശുദ്ധമായ മറ്റൊരു സ്ഥലം ഇല്ലെന്നും വിശ്വസിക്കുന്നു. ഇവിടെ പ്രധാന ആൾത്താരയിൽ സൈപ്രസ് മരത്തിൻ്റെ ഒരു അവശിഷ്ടപ്പെട്ടിയുണ്ട്. ഇതിൽ കുറഞ്ഞത് 13 വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനാലാണ് ഈ ചാപ്പലിനെ വിശുദ്ധങ്ങളുടെ വിശുദ്ധം എന്ന് പറയപ്പെടുന്നത്. ഈ അവശിഷ്ടപ്പെട്ടി സോളമന്റെ ദേവാലയത്തിലുണ്ടായിരുന്ന ഉടമ്പടി പേടകത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ ദേവാലയത്തെ വിശുദ്ധമാക്കുന്ന മറ്റൊരു ഘടകമാണ് വെറോണിക്ക എന്നറിയപ്പെടുന്ന ക്രൈസ്റ്റ് പാന്തോക്രറ്ററിന്റെ വെറോണിക്ക അല്ലെങ്കിൽ ആച്ചിറോപൊയീത്ത ലാറ്ററനീസ് ഐക്കൺ. ആച്ചിറോപൊയീത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യ കൈകളാൽ നിർമ്മിക്കാത്ത ചിത്രം എന്നാണ്. ചിത്രകാരനായ വിശുദ്ധ ലൂക്ക ആരംഭിച്ച് പൂർത്തിയാക്കാനാകാതെ ഒരു മാലാഖയാൽ പൂർത്തീകരിച്ച യേശുവിന്റെ മുഖമാണ് ഈ ചിത്രം. ഇക്കാരണത്താലെല്ലാമാണ് ഇവിടം ഹോളി ഓഫ് ഹോളീസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ചാപ്പലിൻ്റെ അവിടെ നിന്ന് ഹോളി സ്റ്റേഴ്സ് എടുത്ത ഫോട്ടോയാണിത്. ഇച്ചിരി മുമ്പോട്ട് നടന്ന് താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയർ കേസിൽ കൂടെ ഞാൻ താഴോട്ട് വന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട മാർബിൾ സ്റ്റാച്യൂസാണ് ഞാൻ കണ്ടത്. ഒന്ന് പീലാത്തോസും യേശുവായിട്ട് നിൽക്കുന്നതും മറ്റേത് യൂദാസ് ചുംബിക്കുന്നതും. അപ്പോൾ റോമിലെ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.